കയ്യടി നേടും, കപ്പടിക്കില്ല എന്നൊരു ചീത്തപ്പേരുണ്ട് ICC ടൂർണമെന്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക്. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ ഒട്ടേറെ കിരീടങ്ങളുടെ സങ്കടഭാരം പേറുന്ന ടീം തങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ICC കിരീടമുയർത്തിയത് 1998 ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ. ഏകദിന ലോകകപ്പിലെ സെമിഫൈനലും 2020 ലോകകപ്പിലെ രണ്ടാം സ്ഥാനവും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രവേശനവുമായി 3 ഫോർമാറ്റുകളിലും മികച്ച ഫോമിലുള്ള ദക്ഷിണാഫ്രിക്ക പരിചയസമ്പന്നരുടെ നിരയുമായാണ് വരുന്നത്. ലക്ഷ്യം 27 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം മറ്റൊരു ICC കിരീടം. ICC റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്താണെങ്കിലും ഏകദിനത്തിലെ സൗത്ത് ആഫ്രിക്കയുടെ സമീപകാല പ്രകടനങ്ങൾ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല. ചാമ്പ്യൻസ് ട്രോഫി സന്നാഹമായി പാകിസ്ഥാനിൽ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ ഒരു മത്സരം പോലും ജയിക്കാനായില്ല. അതിനു മുമ്പ് അയർലൻഡിനെതിരായ മത്സരമടക്കം കഴിഞ്ഞ 6 ഏകദിനങ്ങളിലും പരാജയപ്പെട്ടാണ് സൗത്ത് ആഫ്രിക്കയുടെ വരവ്. ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് റൗണ്ടിലെ എതിരാളികളായ അഫ്ഗാനിസ്ഥാനെതിരെ നേരത്തെ ഏകദിന പരമ്പരയിൽ സൗത്ത് ആഫ്രിക്ക തോറ്റിരുന്നു. ഇനി സൗത്ത് ആഫ്രിക്കയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. പതിയെ തുടങ്ങിയ ശേഷം ആളിക്കത്തുന്ന ബാറ്റിംഗ് ശൈലിയാണ് സൗത്ത് ആഫ്രിക്കയുടേത്. എൻറിച്ച് ക്ലാസൻ, ഡേവിഡ് മില്ലർ, എയ്ഡൻ മാർക്രം, ട്രിസ്റ്റൻ സ്റ്റബ്സ് എന്നിവർ അണിനിരക്കുന്ന മധ്യനിര ബാറ്റിംഗിന് പ്രഹരശേഷി കൂടുതലാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഡെത്ത് ഓവർ ബാറ്റിംഗിൽ മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ടീം ദക്ഷിണാഫ്രിക്കയാണ്. 2023 ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ 428 റൺസ് അടിച്ചുകൂട്ടിയവർ അതിൽ 222 റൺസും നേടിയത് അവസാനത്തെ 20 ഓവറുകളിലാണ്. ഇടം കൈ സ്പിൻ, റിസ്റ്റ് സ്പിൻ, ഇടം കൈ പേസ് എന്നിങ്ങനെ ബോളർമാരിലെ വൈവിധ്യവും കരുത്താണ്. ഇനി സൗത്ത് ആഫ്രിക്കയുടെ വീക്ക്നെസ് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാന പേസർമാരുടെ പരിക്കാണ് ടീമിന് വലിയ വെല്ലുവിളിയാകുന്നത്. സീനിയർ താരം ലുങ്കി എങ്കിഡിയെ തിരിച്ചു വിളിച്ചെങ്കിലും ബോളിംഗിലെ മൂർച്ചക്കുറവ് പ്രകടമാണ്. ത്രിരാഷ്ട്ര പരമ്പരയിൽ പാകിസ്ഥാനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത് 352 റൺസ് നേടിയിട്ടും അത് പ്രതിരോധിക്കാൻ ബോളിംഗ് നിരക്കായില്ല.